അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വേട്ടയാൻ എന്ന സിനിമ ഈ 10-ാം തീയതി റിലീസ് ആവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രേക്ഷകൻ തന്നെയാണ് ഞാൻ. ആ സിനിമയുടെ ടീസർ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ഔട്ട് അറ്റ് ലോഖണ്ഡ്വാല എന്നൊരു സിനിമയാണ്. പ്രത്യേകിച്ച് ആ സിനിമയിലും നമ്മുടെ ബിഗ് ബി ഉണ്ട്. ആ സിനിമയിൽ ചെയ്ത ഒരു ക്യാരക്ടറിനോട് സാമ്യമുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ടീസറിൽ നിന്ന് എനിക്ക് തോന്നിയത്. അതായത് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു കൺഫ്രണ്ടേഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. അപ്പം അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ടീസറിൽ എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ട്രെയിലർ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ രജനീകാന്തിന്റെ ക്യാരക്ടറിനെ കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് സിനിമയുടെ കഥ പോകുന്നത്. അതായത് ഒരു കുറച്ച് കാര്യങ്ങൾ അവർ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം, അപ്പൊ അതായിരിക്കും ഒരു സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻ എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അങ്ങനെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ തീർച്ചയായിട്ടും സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ എനിക്ക് ആകപ്പാടെ പറയാനുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ പാട്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ധാരാളം വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് മലയാളം എന്നൊരു ഭാഷയെ കുറിച്ച് വലിച്ചു കീറുന്ന രീതിയിലാണ് ഒരു സിനിമയിലെ ഒരു പാട്ട് ഇറങ്ങിയത്. അപ്പം ആ പാട്ടിനെ കുറിച്ച് മലയാളികൾക്ക് തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതായത് അത് കുഴപ്പമില്ല,